ലില്ലിപ്പെണ്ണേ, ഹോസ്പിറ്റലിൽ കുറച്ച് സമയത്തൊക്കെ ചന്ത പരുവായെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പാസ് എൻ്റെ ഇരിക്കുവാന്നല്ലോ. ഞാൻ പടി ഇറങ്ങി വന്നിട്ട് അമ്മായിക്ക് ആ പാസ് കൊടുത്തു. അമ്മായി പിന്നെ അതുകൊണ്ടങ്ങ് കയറി. ഞാനിഞ്ഞ് പോരുവാന്നല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരു പാസിനകത്ത് ഒരാളെ കയറ്റി കൊടുത്തുള്ളൂ, തങ്കഞ്ചേട്ടത്തിൽ കയറാൻ പറ്റത്തില്ല. അഞ്ചേട്ടൻ പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നുമില്ല, ഞാൻ മെമ്പറാ, എനിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് അമ്മായി പാസും കൊണ്ട് അകത്തോട്ട് കയറി. തങ്കഞ്ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നു. അവിടുത്തെ അമ്മായി കയറി കഴിഞ്ഞിട്ട് പാസ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേനെ തങ്കഞ്ചേട്ടത്തെ സെക്യൂരിറ്റി തടഞ്ഞു. അപ്പോൾ തങ്കഞ്ചേട്ടൻ പറഞ്ഞു, ഞാൻ മെമ്പറാണ്, ഇപ്പോൾ ചാർജ് എടുത്തതേ ഉള്ളൂ, അതായതെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, പാസ് ഇല്ലാതെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സംസാരമായി. അവസാനം വാക്കേറ്റം തുടർന്ന് ഒന്നും തള്ളുമായി. എങ്ങനെയോ ആ സെക്യൂരിറ്റി താഴെ വീണ അയാളുടെ കൈ പോയിട്ട് പടിയിലിടിച്ചു. എന്നിട്ട് തങ്ക അവിടെ ബഹളം ആയപ്പോഴത്തേനും തങ്കഞ്ചേട്ടത്തിന് നൈസായിട്ട് അങ്ങ് മുങ്ങി. ദൈവമേ, അമ്മായി എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയോ, ഒരു പാസേ ഉള്ളു, ഒരു പാസിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചിയാണ് പറഞ്ഞു, അതൊന്നും സാറില്ല, ഞാൻ മെമ്പറല്ലേ, എന്നെ കയറ്റി വിടുവെന്ന് പറഞ്ഞു. മെമ്പർ ഉള്ള കാര്യം പറയാലോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും മെമ്പർ ആയതിനു ശേഷം തങ്കച്ചേട്ടത്തിൽ ഭയങ്കര ചാടയും പത്രം, പിന്നെ ജന്മനാളുള്ള മണ്ടത്തരം പറയണം. നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാൻ? ഫോൺ സൈലന്റ് ആയിരുന്നായിരിക്കും. സൈലന്റ് ആക്കി വെച്ചോണ്ട് നടക്കാൻ പിന്നെ എന്തിനാ ഫോൺ കൊണ്ട് നടക്കുന്നത്? ആശുപത്രിയിൽ എന്തായിരുന്നു പോലും അറിഞ്ഞല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ അഹങ്കാരം. അവിടുത്തെ ഡോക്ടർമാർക്കില്ല, നേഴ്സുമാർക്കില്ല, കമ്പൗണ്ടർമാർക്കില്ല ഇത്രയും അഹങ്കാരം. ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിങ്ങളെന്താ അറിഞ്ഞത്? നീ അവനെ പിടിച്ച് തള്ളിയിട്ടെന്ന് പറഞ്ഞു. ആഹാ, തള്ളിയിട്ടോ? ഞാൻ തള്ളി ഒന്നും ഇട്ടല്ല, അയാൾ തന്നി തെറിച്ച് തന്നെ പോയി വീണതാ. അത് നിനക്ക്. പക്ഷെ അവനോട് ചോദിച്ചപ്പോ അവന്റെ പിടിച്ച് തള്ളി, അവന്റെ കൈ മുറിഞ്ഞ്, അവന്റെ കൈ പൊട്ടലുണ്ട്. ആ ഉണ്ടെങ്കിൽ നല്ല കാര്യമായി പോയി. ഒരുപാട് അഹങ്കാരം കാണിക്കരുത്. ഞാനത് ഒരു കണക്കിന് അവനോട് സംസാരിച്ച് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാപ്പങ്ങ് പറഞ്ഞാൽ മതി. എന്തോ എന്ത്? ഞാൻ മാപ്പ് പറയാനോ? പിന്നെ ഞാൻ പോയി പറയാം. നീയല്ലേ തെമ്മാടിത്തരം കാണിച്ചത്? പിന്നെ ഞാൻ കൊറേ മാപ്പ് പറയും, നോക്കിയിരുന്നാ മതി രണ്ടും. ഓ, പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല ക്ലീറ്റോ. കാര്യം ഞാൻ പറയാം. നീ വിചാരിക്കുന്ന ആളല്ല അവൻ. അവൻ സെക്യൂരിറ്റിന്ന് കാഴ്ചക്ക് നിനക്ക് തോന്നും അവൻ അപ്പുക്കുട്ട സാറിന്റെ വേണ്ടപ്പെട്ട ആളാണ്. അറിയാം, അപ്പുക്കുട്ട സാറിന്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണല്ലോ മാപ്പ് പറയാൻ വേണ്ടിട്ട് ഒപ്പിടിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അയാള് ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാന്നും എനിക്കറിയാം. അവിടെ ഇവിടെ നിന്ന് എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അയാൾ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, നീ വിചാരിക്കണ പോലെ അല്ല കളി. ഇത് വഷളായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ നിൽക്കൂല തങ്കം. പിടിച്ചാ നിക്കണ്ട, അത് തന്നെ എല്ലാവരോടും പറയാനുള്ളത്. പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം കാണിക്കാന്ന് ആരും വിചാരിക്കണ്ട. നീ ഒരു മറ്റേ മെമ്പറായി എന്ന് പറഞ്ഞിട്ട് നീ ഇന്ത്യൻ പ്രസിഡന്റ് ആയെന്നുള്ള ധാരണ ഉള്ളിൽ വെച്ചേക്കണ്ട. എന്തായാലും ഞാൻ മെമ്പറായല്ലോ. ഒരു മെമ്പർ ഒരു പുല്ലുമല്ല, നിസ്സാരമാണത്. ആണോ? മെമ്പർ പുല്ലു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മെമ്പർ ആവാൻ വേണ്ടിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോടൊക്കെ മാന്യമായി ഇടപെടണം. അത് തിരിച്ചും വേണം. ഒരു മെമ്പറിനോട് പെരുമാറേണ്ട രീതി അയാൾക്ക് അറിയാൻ പാടില്ല. നീ പാസ്സില്ലാതെ ഇടിച്ചെന്ന് കയറിയിട്ടല്ലേ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരു മനുഷ്യൻ കയറി വരും ഇങ്ങനത്തെ വർത്താനോട് പറയട്ടെ. സെക്യൂരിറ്റി നീ അവന് തലയിൽ ചാടി കയറാന്ന് വിചാരിക്കണ്ട. നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ട്. എനിക്ക് ഒരു തോന്നലുമില്ല, നിങ്ങൾക്കൊരു തോന്നലുണ്ട്. നിങ്ങൾ ലോകം എമ്പാടുമുള്ള പാർട്ടിയാന്ന്. നോക്കിക്കോ, ഇപ്പൊ നീ പറയും ഒരു പാർട്ടിക്കാരനും കാണൂല അവസാനം ജയിലിൽ കിടക്കുമ്പോ. വേണ്ട, ഞാൻ ഒറ്റക്ക് അങ്ങ് പോയി കിടന്നോളാം. എന്ത് കഷ്ടമാണിത്. ഒച്ചയായിട്ട് സംസാരിക്കുന്നതിനാ പറഞ്ഞാ മനസ്സിലാവാത്തോടത്ത് പിന്നെ എന്ത് ചെയ്യണത്? രണ്ടുപേരും രണ്ട് പാർട്ടിയിലായോണ്ടേ ഇവിടെ ഇപ്പൊ എന്നും വഴക്കാം. അതെ, മക്കള് രണ്ടുപേരും കൂടെ ചെന്ന് തള്ളക്ക് ഇച്ചിരി വകതിരിവ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയെങ്കിലും തലയിൽ കയറട്ടെ. രണ്ടുപേരും കണക്കാണ്. ഓ, ഈ ലൈലെ തള്ള മോളല്ലേ, ചെല്ലങ്ങോട്ടും. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച്